അഭിനയശേഷി കൊണ്ട് സിനിമാ ലോകത്ത് സ്വന്തം ഇരിപ്പിടം ഒരുക്കിയ ശ്വേത മേനോൻ നമുക്കൊപ്പം ചേരുകയാണ്. സ്വാതന്ത്ര്യ ദിനാശംസകൾ ആദ്യമായി നേരുന്നു. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഐ ഹോപ്പ് ഇതൊരു എന്താ പറയുക സ്നേഹത്തെയും വെറുപ്പൊന്നുമില്ലാതെ ഒത്തൊരുമേന്റെ ഒരു ഇൻഡിപെൻഡൻസ് ആയി മാറട്ടെ എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇന്ന് എൻ്റെ അനശ്വരന്റെ 34ാമത്തെ വർഷമാണ്. അപ്പോൾ അനശ്വരം വന്നിട്ട് 34 കേൾക്കുമ്പോൾ പറയുമ്പോൾ ഒരു നെർവസ്നെസ്. പക്ഷെ ഇന്നലെ ഷൂട്ട് ചെയ്ത പോലെയാണ് ഫീല്. അനശ്വരം ആദ്യമായി എനിക്ക് തോന്നുന്നു അനശ്വരത്തെ അടയാളപ്പെടുത്തുന്നതും അങ്ങനെയാണ്. പ്രൊഫഷണൽ സ്വാതന്ത്ര്യം അടയാളപ്പെടുത്തിയ ദിവസം എന്നാണ് സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് പൊതുവെ ശ്വേത മേനോൻ പറയുന്നത്. അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഓബിയസ്ലി എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു ഇൻഡിപെൻഡന്റ് ഡിസിഷൻ എടുത്ത് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടീന്റെ ആദ്യത്തെ എന്റെ അച്ഛനമ്മയും തന്ന ഒരു ഫ്രീഡം, ദാറ്റ് യു മേക്ക് യുവർ ഓൺ ഡിസിഷൻ എന്ന് പറഞ്ഞ് എന്റെ ഒരു ഡിസിഷൻ ആണ് ഇന്ന് ഞാൻ ഇവിടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. അപ്പോ ബിക്കോസ് ഞാനെല്ലാം മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ലൈഫിൽ സഡൻലി യു ആർ ഗെറ്റിംഗ് ടു മൂവീസ്. സോ യാ, ഇന്ന് അതുപോലെ തന്നെ മറ്റൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ തുടക്കമാകുമെന്നുള്ള ആത്മവിശ്വാസമൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്ന് വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഒരു ചെറിയൊരു ഫാമിലിയാണ് അമ്മ അസോസിയേഷൻ. ആൻഡ് 506 പേരുടെ ഒരു ചെറിയൊരു കൂട്ടായ്മയാണ്. ആൻഡ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഡ്രീംസ് ഉള്ള ഒരു ആളാണ് ഞാൻ. മാത്രമല്ല എവറി മെമ്പർ. ഇതിപ്പോൾ എൻ്റെതായ ഒരു വിജയമായിട്ട് ഞാൻ ഇതില്ല. പക്ഷെ ഐ തിങ്ക് നമുക്കൊന്ന് ചാൻസ് തരൂ, വി വിൽ ഡു സംതിങ് ഗുഡ്. ഏതായാലും താരസംഘടനയുടെ 3 പതിറ്റാണ്ട് പിന്നിട്ട ചരിത്രത്തിൽ അതിന്റെ തലപ്പത്തേക്ക് വരാനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. റിപ്പോർട്ടർ ടിവിയുടെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.